വയനാട് ഇത്തവണയും ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന മണ്ഡലമാണ്. കേരളത്തിലെ ഒരു മണ്ഡലത്തിന്റെയും പേരറിയാത്ത ആളുകൾക്ക് പോലും വയനാട് എന്ന പേരറിയാം. കാരണം വളരെ ലളിതമാണ്. രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന വയനാട്ടിൽ എന്ത് സംഭവിക്കും? കമൽ, രാഹുൽ ഗാന്ധി ഇതുവരെ അങ്ങോട്ട് വന്നിട്ടില്ല. രാഹുൽ ഇല്ലെങ്കിലും പ്രചരണമൊക്കെ ഉഷാറാണോ? അഭിലാഷ്, കോൺഗ്രസ് സജീവമായി പ്രചാരണമൊന്നും തുടങ്ങിയിട്ടില്ല. രാഹുൽ എത്തിയിട്ടുമില്ല. ഇടതുമുന്നണിയെ സംബന്ധിച്ച് ആനി രാജ കുറേ ദിവസമായി മണ്ഡലത്തിലുണ്ട്. ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സുൽത്താൻ ബത്തേരിയിലും മാനന്തവാടിയിലും തെരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുക്കുന്നുണ്ട്. അതോടുകൂടി LDF ക്യാമ്പ് ഉഷാറാകും. വളരെ കൗതുകകരമായ ഒരു മത്സരമാണ് അഭിലാഷ് വയനാട്ടിൽ നടക്കുന്നത്. കാരണം ആനി രാജയും രാഹുൽ ഗാന്ധിയും രണ്ടുപേരുടെയും ലക്ഷ്യം ഒന്ന്, ശത്രു ഒന്ന്. രണ്ടുപേരും പറയുന്നത് ഒരു കാര്യം. അപ്പോൾ അവർ രണ്ടും പേരും സജീവമായി മണ്ഡലത്തിൽ വരുമ്പോൾ എന്താണ് പറയുന്നതെന്ന് കേൾക്കാൻ എല്ലാവർക്കും കൗതുകമുണ്ട് അഭിലാഷ്. അല്ലെ, എന്തായാലും രാഹുൽ ഗാന്ധി വരട്ടെ. രാഹുൽ ഗാന്ധി വരുമ്പോൾ കുറച്ചുകൂടി കളറാവും, ഉഷാറാവും എന്ന് വിചാരിക്കും. അല്ലാതെ ഒരു പോരാട്ടത്തിന്റെ അന്തരീക്ഷം അവിടെ ഇല്ലതാണ്. അല്ല, പക്ഷേ എനിക്ക് തോന്നുന്നു അഭിലാഷ്, രാഹുൽ ഗാന്ധി വന്നാലും അമേഠിയിൽ അദ്ദേഹം മത്സരിക്കുന്നുണ്ട് എങ്കിൽ വയനാട്ടിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം എത്രത്തോളം ഉണ്ടാകും എന്നൊക്കെ ഉള്ളത് നമ്മൾ വരും ദിവസങ്ങളിൽ കാണാം. വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം അനിവാര്യവുമല്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നു കമലിനെയും നമുക്ക് മറ്റ് ചില മണ്ഡലങ്ങളിലേക്കൊക്കെ ഉപയോഗിക്കാമെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് അതാണ് വയനാടിന്റെ അവസ്ഥ. ശരി കമൽ.